നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കഴിഞ്ഞ 4 ദിവസമായി ദുരൂഹ സാഹചര്യത്തിൽ കാണാനില്ല എന്ന് പരാതി ലഭിച്ചതിന് പിന്നാലെ വാണിയംകുളം പനലൂർ കൃഷ്ണകൃപ വീട്ടിൽ താമസിക്കുന്ന ബാബു ഭാസ്കർ എന്ന 68 വയസ്സുകാരൻ, ഭാര്യ രമാദേവി എന്ന 65 വയസ്സുകാരി, മകൻ വിഷ്ണു എന്ന 32 വയസ്സുകാരൻ എന്നിവരെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ മുതൽ കാണാതായത്. ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇവരുടെ വീട് പൂർണ്ണമായും പൂട്ടിക്കിടക്കുന്ന നിലയിലാണ്. ബന്ധുവീട്ടിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുകയാണെന്നാണ് യാത്ര തിരിക്കും മുൻപ് ഇവർ അയൽവാസികളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ബന്ധുവീട്ടിൽ അത്തരത്തിൽ യാതൊരു ചടങ്ങുകളും നിശ്ചയിച്ചിരുന്നില്ല എന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഇതോടെയാണ് കാണാതായതിൽ വലിയ ദുരൂഹതയേറുന്നത്. കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വരികയും വീട് പൂട്ടിയിടുകയും ചെയ്തതോടുകൂടിയാണ് സംശയം തോന്നിയ അയൽവാസികൾ ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലും യാതൊരു വിവരം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് പോലീസിന് പരാതി നൽകിയത്. കേസ് അന്വേഷിക്കുന്ന പോലീസിന് കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ഇവരുടെ സ്വന്തം പിക്കപ്പ് വാൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിലാണ് കുടുംബം യാത്ര തിരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പിക്കപ്പ് വാനിൽ 3 പേരും ഉണ്ടോ എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നുവെങ്കിലും പ്രദേശത്ത് മറ്റ് CCTV ക്യാമറകൾ കൂടി കേന്ദ്രീകരിച്ച് വാഹനം ഏത് റൂട്ടിലേക്കാണ് പോയതെന്ന് കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. കാണാതായ മൂവരുടെയും മൊബൈൽ ഫോണുകൾ നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ഇവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ വീട് സ്ഥിതി ചെയ്യുന്ന പനയൂർ പരിസരത്ത് തന്നെയാണ് അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. വാഹനം തൊട്ട് മുൻപോ അതിന് തൊട്ട് ശേഷമോ ഒരേ സമയം ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തതാകാനാണ് സാധ്യതയെന്ന് പോലീസ് വിലയിരുത്തുന്നു. സ്വന്തമായി ബിസിനസ് നടത്തിയിരുന്ന ഈ കുടുംബത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായാണ് പോലീസിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കടബാധ്യതകൾ ഭയന്ന് ഇവർ എവിടെയെങ്കിലും മാറി നിൽക്കുകയാണോ എന്ന കാര്യവും പോലീസ് ഗൗരവത്തിൽ പരിശോധിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കാണാതായവരുടെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്.